നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അൻവറിന്റെ രാഷ്ട്രീയ സമാധി സ്വപ്നം കണ്ടവരുടെ മുന്നിൽ ഇതാ പൂഴിക്കടകനുമായി അൻവർ. MLA സ്ഥാനം വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് അൻവർ ചെന്ന് കയറിയിരിക്കുന്നത്. കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിലെ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെയെങ്കിലും സ്വപ്നമാണ് തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിൽ നട്ടു നനച്ച് വളർത്തുക എന്നത്. കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോര് വളർന്നു കത്തുമ്പോഴൊക്കെ തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിൽ അവതരിപ്പിക്കുമെന്ന കിംവദന്തികൾ പരന്നിരുന്നു. ശത്രുക്കളെ നേരിടാൻ CPM വളർത്തിയ ഒരു വേട്ടക്കാരനായിരുന്നു PV അൻവർ. PV അൻവറിനെ കെട്ടഴിച്ചുവിട്ട് പലരെയും അവർ വേട്ടയാടി. എന്നാൽ ഒടുവിൽ PV അൻവർ തൻ്റെ യജമാനെതിരെ തിരിയുന്ന കാഴ്ചയാണ് പിന്നീട് കേരളം കണ്ടത്. ഇതോടെ PV അൻവറിനെ CPM കൈവിട്ടു. പാർട്ടിയിൽ നിന്ന് പുറത്തായ PV അൻവറിനെ നോക്കി MV ഗോവിന്ദൻ അന്ന് വിളിച്ചു പറഞ്ഞു, കേരള രാഷ്ട്രീയത്തിൽ ഒരു ചലനവും അൻവർ സൃഷ്ടിക്കാൻ പോകുന്നില്ല. ഇത് അൻവറിൻ്റെ രാഷ്ട്രീയ ജീവിത അവസാനമായിരിക്കും. പിന്നീട് PV അൻവർ തന്മയത്വത്തോടെ പല കളികളും കളിച്ചു. ആദ്യം സ്വന്തം രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ DMK എന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തുവെന്ന് അൻവറിൻ്റെ പ്രഖ്യാപനം. തുടർന്ന് കേരളത്തിൽ അങ്ങോളമിങ്ങോളം അൻവർ യാത്രകൾ സംഘടിപ്പിച്ചു. എന്നാൽ തൻ്റെ ഒറ്റ ഇമേജിൽ കേരളത്തിലൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായി വളർന്നു വരാൻ കഴിയില്ല എന്ന് അൻവർ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. തുടർന്ന് അൻവറിൻ്റെ നീക്കം ഏതെങ്കിലും തലത്തിൽ ഒന്ന് കോൺഗ്രസിലേക്ക് കടന്നു കയറുക എന്നതായിരുന്നു. എന്നാൽ പണ്ട് VD സതീശനെതിരെ ഉന്നയിച്ച രൂക്ഷമായ അഴിമതി ആരോപണം, ഒന്നും രണ്ടുമല്ല 150 കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് പച്ചയ്ക്ക് VD സതീശനെതിരെ അൻവർ തൊടുത്തത്. VD സതീശന് കലിപ്പ് മാറുന്നില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലേക്ക് പ്രവേശിക്കാൻ ഒരുപാട് തടസ്സങ്ങളുണ്ട് എന്ന് അൻവറിന് മനസ്സിലായി. തുടർന്നാണ് അൻവർ പാണക്കാട് തറവാട് വഴി കുഞ്ഞാലിക്കുട്ടിയെ സ്വാധീനിച്ച് ഏതെങ്കിലും വിധത്തിൽ ലീഗിൻ്റെ ഒരു ഭാഗമാകാൻ നീക്കങ്ങൾ നടത്തിയത്. കോൺഗ്രസിൻ്റെ അനുമതിയില്ലാതെ PV അൻവറിനെ പോലെ ഒരാളെ ലീഗിലെടുത്താൽ അത് അപകടമാകുമെന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കടക്കേണ്ട എന്ന് അൻവറിനെ കുഞ്ഞാലിക്കുട്ടിയും സംഘവും ഉപദേശിച്ചു. ഏതു വിധത്തിൽ ഇനി UDFിലേക്ക് കടന്നുകൂടണമെന്നറിയാതെ കുഴഞ്ഞ അൻവർ 2-3 നീക്കങ്ങൾ നടത്തി. അതിലൊന്നായിരുന്നു തമിഴ്നാട്ടിലെ DMK സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്താൻ അൻവർ നടത്തിയ ചില ശ്രമങ്ങൾ. പിണറായി വിജയനോട് അടുപ്പം പുലർത്തുന്ന സ്റ്റാലിനും DMKയും ഒന്നും പച്ചക്കൊടി കാട്ടിയില്ല. പിന്നീട് ഒരു IAS ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെ നേരെ പശ്ചിമ ബംഗാളിലേക്ക് പറന്നു. അവിടെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കളെ ഏതെങ്കിലും വിധത്തിലൊന്ന് കൺവിൻസ് ചെയ്തെടുക്കുകയായിരുന്നു അൻവറിന്റെ ലക്ഷ്യം. ഇതിനുവേണ്ടി പഴയ തന്റെ ഡൽഹി ബന്ധങ്ങളൊക്കെ അൻവർ ഉപയോഗിച്ചു. ഒടുവിൽ മമതാ ബാനർജി പച്ചക്കൊടി കാട്ടി. കേരളത്തിൽ തങ്ങൾക്ക് ശക്തമായൊരു സംവിധാനം വേണമെന്ന് കുറെ കാലമായി മമതാ ബാനർജി ആഗ്രഹിക്കുന്നു. CPMനെതിരെ കൊടൂര യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന മമതാ ബാനർജിക്ക് എന്നാൽ കേരളത്തിലെ CPMനെതിരെ തൻ്റെ ഒരു പ്രസ്ഥാനത്തെ അവിടെ വളർത്തിയെടുക്കണമെന്ന മമതാ ബാനർജിയുടെ ആഗ്രഹം. അങ്ങനെയാണ് ഒടുവിൽ തൃണമൂൽ കോൺഗ്രസിലേക്ക് PV അൻവർ ചെന്ന് എടുക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിലൂടെ ഏതെങ്കിലും വിധത്തിൽ UDFിന്റെ ഭാഗമാകാം എന്ന് അൻവർ കണക്ക് കൂട്ടുന്നു. ഇതിനുവേണ്ടി ഇന്ത്യ മുന്നണി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്താം. തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാകുമ്പോൾ തൻ്റെ MLA സ്ഥാനം നഷ്ടപ്പെടുമെന്ന് കൃത്യമായി അൻവറിനറിയാം. കരുക്കൾ മുൻകൂട്ടി കരുനീക്കാനുള്ള കഴിവ് അത് അൻവറിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ സ്പീക്കറെ കണ്ട് നേരെ തൻ്റെ MLA സ്ഥാനം രാജിവെച്ചു. ഔദ്യോഗിക കാറിൽ MLA എന്ന ബോർഡ് മറച്ചുകൊണ്ടാണ് നേരെ സ്പീക്കറെ ചെന്ന് കണ്ട് തൻ്റെ രാജിക്കത്ത് സമർപ്പിച്ചത്. MLA അല്ലാതായ PV അൻവർ പിന്നീട് ഒരു ശക്തമായ മാധ്യമ സമ്മേളനം നടത്തി. പതിവ് പോലെ പിണറായി വിജയനെയും P ശശിയെയും ഒക്കെ എടുത്തിട്ട് അലക്കി തന്നെയാണ് അൻവറിന്റെ ആക്രമണം. തൃണമൂൽ പാർട്ടിയെയും മമതാ ബാനർജിയെയും ഒക്കെ സ്നേഹിക്കുന്ന ചില ആളുകൾ കേരളത്തിലുമുണ്ട്. അതുകൊണ്ട് തന്നെ മമതയുടെ ഇമേജിൽ കേരളത്തിലൊരു രാഷ്ട്രീയ പ്രസ്ഥാനം വളർത്തിയെടുക്കാം എന്ന് അൻവർ കണക്കുകൂട്ടുന്നു. അൻവർ കേരളത്തിന്റെ ചീഫ് കോർഡിനേറ്ററായി DMKയിൽ നിയോഗിച്ചത് മനോജ് കുമാർ VS എന്ന നേതാവിനെയാണ്. അദ്ദേഹത്തിന് വലിയ ബന്ധങ്ങളുണ്ട് ജനങ്ങൾക്കിടയിൽ. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായും മനോജ് കുമാർ VSനെ തന്നെയാണ് തന്റെ മുഖ്യ പ്രചാരകനായി അൻവർ ഉപയോഗപ്പെടുത്തുന്നത്. എല്ലാ ജില്ലകളിലും തൃണമൂലിന്റെ കമ്മിറ്റികൾ തുടങ്ങുമെന്ന് അൻവർ പ്രഖ്യാപിച്ചു. UDF നേതാക്കളുമായി ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് തൃണമൂൽ കോൺഗ്രസിലേക്കുള്ള തന്റെ പ്രവേശനമെന്നൊക്കെ അൻവർ വിശദീകരിച്ചു. ഇക്കഴിഞ്ഞ ദിവസം ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക കുടുംബത്തിൽ അംഗമായ PV അൻവർ MLAക്ക് ഊഷ്മളമായ സ്വാഗതമെന്നാണ് പാർട്ടിയുടെ ഔദ്യോഗിക എക്സ് പോസ്റ്റിൽ പറഞ്ഞത്. മമതാ ബാനർജിയുമായി വീഡിയോ കോളിൽ സംസാരിച്ചുവെന്ന് അൻവർ പിന്നീട് വ്യക്തമാക്കി. തൃണമൂൽ കോൺഗ്രസിൽ ചേരുന്നത് കൂറുമാറ്റം ഉൾപ്പെടെയുള്ള നിയമപ്രശ്നങ്ങൾക്ക് കാരണമാകും എന്ന് മനസ്സിലാക്കിയ അൻവർ ഇപ്പോൾ കൃത്യമായി തന്റെ MLA
MLA സ്ഥാനം കൂടി രാജിവെച്ചിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് ഒരു രാജ്യസഭാ സീറ്റ് തനിക്ക് നൽകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ അൻവറിന്. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് തൃണമൂൽ കോൺഗ്രസ്. എന്നാൽ ബംഗാളിൽ CPM-നെതിരെയും കോൺഗ്രസിനെതിരെയും കൃത്യമായ നിലപാടാണ് മമതയുടെ തൃണമൂൽ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. ഇനി കൊൽക്കത്തയിൽ നടക്കുന്ന TMC പാർലമെന്ററി പാർട്ടി യോഗത്തിൽ താൻ പങ്കെടുക്കുമെന്നും അൻവർ പ്രഖ്യാപിച്ചിരുന്നു. ഫാസിസത്തിനെതിരെയും മാർക്സിസത്തിനെതിരെയും നിലപാട് സ്വീകരിക്കുകയാണ് തന്റെ ലക്ഷ്യം. DMKയുടെ ഭാഗമായി മാറിയിരുന്നു എങ്കിൽ ഫാസിസത്തിനെതിരെ മാത്രമേ ശക്തമായി പ്രതികരിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. മാർക്സിസത്തിനെതിരെ പ്രതികരിക്കാൻ സ്റ്റാലിനും DMKയും ഒന്നും സമ്മതിക്കില്ല. എന്നാൽ മമതാ ബാനർജിയുടെ പാർട്ടിയിൽ ചേർന്നതോടെ അക്കാര്യത്തിൽ ഒരു വ്യക്തതയായി. ഇനി തന്റെ ജീവിത ലക്ഷ്യം ഫാസിസത്തിനെതിരെയും മാർക്സിസത്തിനെതിരെയും ശക്തമായ നിലപാടെടുത്ത് പ്രതിഷേധിക്കുക എന്നത് തന്നെ. കഴിഞ്ഞ ഡിസംബർ ആദ്യം തന്നെ തൃണമൂൽ കോൺഗ്രസിൽ ചേരാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു PV അൻവർ. എന്നാൽ തൃണമൂലിൽ ചേരുന്നതിന് മുൻപ് ഏതെങ്കിലും വിധത്തിൽ കേരളത്തിലെ UDF-ൽ പ്രവേശിക്കാൻ കഴിയുമോ എന്ന ശ്രമങ്ങൾ അൻവർ നടത്തി. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചത് അൻവറിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ സംഭവബഹുലമായ ഒരു അധ്യായം. വനനിയമ ഭേദഗതിക്കെതിരായ PV അൻവർ MLA-യുടെ പര്യടനം, തുടർന്ന് ഫോറസ്റ്റ് ഓഫീസ് ലക്ഷ്യമാക്കിയുള്ള ആക്രമണം, അറസ്റ്റും ജയിൽവാസവുമൊക്കെ അൻവറിനെ വീണ്ടും മാധ്യമ വാർത്തകളിൽ നിറച്ചു. അറസ്റ്റിന് പിന്നാലെ ലീഗ് ശക്തമായ പിന്തുണയാണ് അൻവറിന് നൽകിയത്. PV അൻവറിന്റെ അറസ്റ്റിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക് അൻവറിനോട് അത്ര മമതയുണ്ടായിരുന്നില്ല. ആ പ്രശ്നം പരിഹരിക്കുക അൻവറിന് മുഖ്യ വെല്ലുവിളിയായി തീർന്നു. ഇന്ന് മാധ്യമ സമ്മേളനത്തിൽ പരസ്യമായി VD സതീശനോട് മാപ്പിരക്കുന്ന അൻവറിനെയാണ് നമ്മൾ കണ്ടത്. കേരളത്തിൽ ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ നേതാവ് ഇത്ര ശക്തമായി ഇത്ര ദയനീയ സ്ഥിതിയിൽ മാപ്പിരക്കുന്നത് ഇതാദ്യമായാവാം. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തിയിരിക്കുന്നു. അതിനു മുൻപായി തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന സമിതിയും ജില്ലാ സമിതികളുമൊക്കെ രൂപവൽക്കരിക്കാനാണ് ഇപ്പോൾ അൻവറിന്റെ തീരുമാനം. കോൺഗ്രസിന്റെ ആര്യാടൻ മുഹമ്മദ് കൈവശം വച്ചിരുന്ന നിലമ്പൂർ മണ്ഡലം 2 തവണ അട്ടിമറിയിലൂടെ വിജയം നേടി തന്റെ കൈവശത്തിൽ ഒതുക്കിയിരുന്നു PV അൻവർ. പോലീസിനെതിരെ ആരോപണമുന്നയിച്ച PV അൻവറിനെ അത്ര കണ്ട് പിന്തുണയ്ക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകാത്തതോടെ CPM-നെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും യുദ്ധപ്രഖ്യാപനം നടത്തിയായിരുന്നു PV അൻവർ ആദ്യം തുടങ്ങിയത്. 14 വർഷമായി ഇടതുപക്ഷത്തിനൊപ്പം നിന്ന അൻവർ അങ്ങനെ പരസ്യമായി മുന്നണിയിൽ നിന്ന് CPM-നെതിരെ യുദ്ധം ചെയ്തു, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറനാട് മണ്ഡലത്തിലെ ഔദ്യോഗിക ഇടതു സ്ഥാനാർത്ഥിയെ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയായിരുന്നു PV അൻവർ തന്റെ രാഷ്ട്രീയ എൻട്രി അങ്ങ് ശോഭകരമാക്കിയത്. അന്ന് അൻവറിന്റെ ശക്തി തിരിച്ചറിഞ്ഞ ഇടതുപക്ഷം 2016 നിലമ്പൂർ പിടിച്ചെടുക്കാൻ PV അൻവറിനെ നിയോഗിച്ചു. 2016 നിലമ്പൂർ പിടിച്ചെടുത്ത PV അൻവർ 2021 തന്റെ വിജയം ആവർത്തിച്ചു. AICC അംഗവും എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന PV ഷൗക്കത്ത് അലിയുടെ മകനാണ് അൻവർ. കോൺഗ്രസ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് അൻവർ പൊതുപ്രവർത്തന രംഗത്തെത്തിയത്. KSU സംസ്ഥാന സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ്, ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ചു. 2014 വയനാട് മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്രനായും 19 ഇടത് സ്വതന്ത്രനായി പൊന്നാനിയിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തു. പക്ഷേ 2ലും പരാജയപ്പെട്ടു. നേരത്തെ അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ തന്നെയാണ് ഇന്ന് മാധ്യമ സമ്മേളനത്തിൽ അൻവർ ആവർത്തിച്ചതും. CPM-ലെ ഉന്നത നേതാക്കൾ പറഞ്ഞിട്ടാണ് താൻ പോലീസിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കുമെതിരെ പരസ്യമായി പ്രതികരിച്ചത്. പിന്നീട് ആ നേതാക്കൾ തന്നെ വലിപ്പിച്ചു. താൻ ഫോൺ വിളിച്ചാൽ പോലും അവർ എടുക്കാതായി. അവർ ആരാണെന്ന് ഇപ്പോൾ പറയുന്നില്ല. സുജിത് ദാസ് SP ആയിരുന്ന കാലത്ത് മലപ്പുറം ജില്ലയിൽ ഏകപക്ഷീയമായ ഒരു സമുദായത്തെ ക്രിമിനലുകളായി ചിത്രീകരിക്കുന്ന നിലപാട് സ്വീകരിച്ചിരുന്നു എന്ന് അൻവർ വീണ്ടും ആരോപിച്ചു. പിണറായിസത്തിനെതിരെ പിന്തുണ നൽകിയ കേരളത്തിലെ ജനങ്ങൾക്കും നിലമ്പൂരിലെ വോട്ടർമാർക്കുമൊക്കെ നന്ദി. നിയമസഭയിൽ എത്താൻ സഹായിച്ച എല്ലാ LDF നേതാക്കളോടും പ്രവർത്തകരോടും നന്ദി രേഖപ്പെടുത്തുന്നു. രാജിവെക്കാൻ ഉദ്ദേശിച്ചല്ല കൊൽക്കത്തയിൽ പോയത്. കേരളം നേരിടുന്ന പ്രധാന പ്രശ്നമായ വന്യജീവി ആക്രമണത്തിൽ ശക്തമായ നിലപാട് പാർലമെന്റിൽ സ്വീകരിക്കണമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയോട് ആവശ്യപ്പെട്ടു. പാർട്ടിയുമായി സഹകരിച്ചാൽ ദേശീയതലത്തിൽ പ്രശ്നമുന്നയിക്കാം എന്ന മമതയുടെ ഉറപ്പ്. ഇന്ത്യയിലെ മലയോര മേഖലയിലെ ജനങ്ങൾക്കു വേണ്ടിയാണ് ഇനി തന്റെ ജീവിത പോരാട്ടം. അതിനുവേണ്ടി MLA സ്ഥാനം രാജിവെക്കുന്നു എന്ന അൻവറിന്റെ പ്രഖ്യാപനം. വീണിടം പലപ്പോഴും വിദ്യയാക്കാൻ കഴിവുള്ള അൻവർ ശക്തമായ വാക്കുകളിൽ ഇന്ന് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ കയ്യടി നേടുന്ന തലത്തിലാണ് പ്രതികരിച്ചത്. വന്യജീവി ആക്രമണത്തിൽ നിന്ന് നേരെ രാഷ്ട്രീയത്തിലേക്ക് കടന്ന അൻവർ P. ശശി, ADGP MR അജിത് കുമാർ എന്നിവർക്കെതിരെ താൻ ആരോപണമുന്നയിച്ച പശ്ചാത്തലമൊക്കെ വ്യക്തമാക്കി. എന്റെ ആരോപണങ്ങൾ അവജ്ഞയോടെ തള്ളുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത്. ഒറ്റയടിക്കെന്നെ തള്ളി പറഞ്ഞു. CPM-ഉം LDF-ഉമായുള്ള ബന്ധം ഇതോടെ നിലച്ചു.
പിതാവിനെ പോലെയായിരുന്നു പിണറായി വിജയനെ താൻ കണ്ടിരുന്നത്. അദ്ദേഹത്തിനെതിരെ വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് എന്ന് നേരത്തെ തോന്നിയിരുന്നു. പിണറായിക്കെതിരെ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ വൈകാരികമായി കണ്ടു. പി ശശി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് 150 കോടി രൂപയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് വി.ഡി. സതീശനെതിരെ താൻ ഉന്നയിച്ചത്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനോട് പരസ്യമായി മാപ്പ് ചോദിക്കുന്നു. സതീശനുണ്ടായ മാനഹാനിക്ക് കേരള ജനതയോട് ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുന്നു. സതീശനും കുടുംബത്തിനും ബന്ധുക്കൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കുമുണ്ടായ വിഷമത്തിൽ മാപ്പ്. എന്റെ മാപ്പപേക്ഷ സ്വീകരിക്കണമെന്ന് സതീശനോട് സ്നേഹപൂർവ്വം ഞാൻ അപേക്ഷിക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കില്ല. UDF സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണ നൽകും. പിണറായിസത്തിനെതിരായ അവസാന അണിയായി ഇത് മാറേണ്ടതുണ്ട്. സ്പീക്കർ രാജി സ്വീകരിച്ചാൽ കൊൽക്കത്തയിൽ പോയി മമതയെ കണ്ട് ഔദ്യോഗികമായി തൃണമൂൽ അംഗത്വം സ്വീകരിക്കും. കേരളത്തിന്റെ കൺവീനറായി പ്രവർത്തിക്കും. പിണറായിസത്തിന്റെ അവസാനത്തിന് ഇനി 482 ദിവസം മാത്രമേ ഉള്ളൂ. അതിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങി. മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അൻവർ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഓഫീസിനുമെതിരായ ആരോപണങ്ങളിൽ ഇപ്പോഴും താൻ ഉറച്ചു നിൽക്കുന്നു. ഉന്നത ശ്രേണിയിലുള്ള നേതാക്കളുടെ പിന്തുണ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നെ കള്ളനാക്കാനാണ് പിണറായി ശ്രമിച്ചത്. പിന്നെ എനിക്ക് ഒന്നും നോക്കാനില്ല. അതാണ് ഇതിലേക്കെല്ലാം എത്തിയത്. നിലവിൽ ആര്യാടൻ ഷൗക്കത്താണ് UDF സ്ഥാനാർത്ഥിയെങ്കിൽ പിന്തുണ നൽകുന്നത് പ്രയാസമായിരിക്കും എന്ന് PV അൻവർ തുറന്നടിച്ചു. നൂറുകണക്കിന് മലയോര സംഘടനകളെ കൂട്ടിയോജിപ്പിക്കുന്ന വലിയ രാഷ്ട്രീയ ദൗത്യം തന്റെ മുന്നിലുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് സിനിമ സാംസ്കാരിക പ്രവർത്തകൻ മാത്രമല്ലേ? ഞാൻ അദ്ദേഹത്തെ എവിടെയും കാണാറില്ല. എന്നെ പിന്തുണച്ച CPM നേതാക്കളുടെ പേരുകൾ ഇപ്പോൾ പറയുന്നില്ല. UDFിൽ പ്രവേശനം ആഗ്രഹിക്കുമ്പോൾ തന്നെ കോൺഗ്രസിൽ തമ്മിലടി ഉണ്ടാക്കാനുള്ള കരുനീക്കങ്ങളും അൻവർ നടത്തുന്നുവെന്ന് ഇപ്പോൾ വിമർശകർ പറയുന്നു. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടുകയും ആര്യാടൻ ഷൗക്കത്തിന് നേർക്ക് പരിഹാസം ഉയർത്തുകയും ചെയ്യുന്നത് വഴി PV അൻവർ വ്യക്തമായ അജണ്ട UDFിലേക്കും കടത്തിവിടുകയാണ്. K. മുരളീധരൻ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചു. നിലമ്പൂരിൽ ആര് സ്ഥാനാർത്ഥിയാകണമെന്ന് കോൺഗ്രസും UDFും ഒക്കെ തീരുമാനിക്കും. അതിൽ തൽക്കാലം PV അൻവർ അഭിപ്രായം പറയേണ്ടതില്ല. അൻവറിനെതിരെ രാഷ്ട്രീയ നിലപാട് നിലമ്പൂരിൽ സ്വീകരിക്കുന്നത് ആര്യാടൻ ഷൗക്കത്താണ്. അതിന്റെ കലിപ്പ് തന്നെയാണ് അൻവർ ഇപ്പോൾ തീർക്കുന്നത്. രാഷ്ട്രീയത്തിൽ നിന്ന് PV അൻവറിനെ ഉന്മൂലനം ചെയ്യാൻ നോക്കുമ്പോഴൊക്കെ ഏതെങ്കിലും വിധത്തിൽ വീണ്ടും കത്തിക്കൂടുകയും പത്തിവിരിക്കുകയും ചെയ്യുന്ന അൻവറിനെ നമ്മൾ കാണുന്നു. ഏറ്റവും ഒടുവിലിത തൃണമൂലിന്റെ ഭാഗമായി കേരളത്തിൽ ഒരു സംഘടനാ സംവിധാനം കെട്ടിപ്പടുക്കാനുള്ള തീവ്ര ശ്രമമാണ് ഇപ്പോൾ അൻവർ നടത്തുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് പ്രതികരിച്ചത് അൻവറിന് വലിയ രാഷ്ട്രീയ ഭാവിയൊന്നുമില്ല എന്നാണ്. എന്നാൽ PV അൻവറിനെ രാഷ്ട്രീയ സമാധിയിലേക്ക് തള്ളിയിറക്കാൻ നോക്കിയവരൊക്കെ വീണ്ടും തിരിഞ്ഞോടുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. അൻവർ എങ്ങനെയെങ്കിലുമൊക്കെ കത്തിക്കൂടി വീണ്ടും ഓരോ രാഷ്ട്രീയ വിക്രിയകൾ കാട്ടിക്കൂട്ടുന്നു. ഇത് അൻവറിന്റെ പിടിച്ചുനിൽപ്പ് രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും അൻവർ പയറ്റി നിൽക്കും. അതിനുള്ള ഒരു മെയ്വഴക്കം PV അൻവറിനുണ്ട്. എന്നാൽ വിശ്വാസ്യത അത് എത്രത്തോളമുണ്ട് എന്നിപ്പോഴും സംശയിക്കുകയാണ് UDF നേതാക്കൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.